ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഹൈവേയിലാണുള്ളത്. സൈഡിൽ നല്ലൊരു കുളം കണ്ടില്ലേ? ആ കുളത്തിലേക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ. മൊബൈലില് ബാറ്ററി കുറവാണ്, ബാക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും മൊബൈൽ ഓഫ് ആവുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം, അതിന്റെ ഒരു ഫീൽ എന്താണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് നമ്മൾ അവിടുന്ന് വളഞ്ഞ് അടിക്കൂടെ വന്നിട്ട് വേണം ഒരു ഇതിലേക്ക് പോകേണ്ടത് തോന്നുന്നു. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മള് ഈ സൈഡിലെത്തി. നല്ല സൂപ്പർ വഴിയുണ്ട് ഇവിടേക്ക് തന്നെ. അത് കാരണം നമുക്ക് വലിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്താം. ഒക്കെ കുഴപ്പമില്ല, എല്ലാവരും പോകുന്നൊരു വഴിയാണ്. അവിടെ ഒരു ചേട്ടനെ കണ്ടു. ആളുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ആള് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. നല്ല സൂപ്പർ വഴിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുന്ന ആ റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ ഞാനിങ്ങനെ ഇങ്ങനെ മറ്റേ ബ്രിഡ്ജിന് മുകളിൽ കൂടെ പോയപ്പോൾ കണ്ടൊരു കുളമാണ്. 2-3 വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഇറങ്ങാമെന്ന് വിചാരിച്ചു. സൈഡിൽ കൂടെ ചെറിയൊരു കനാലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മഴക്കാലം ആകുമ്പോൾ സൂപ്പർ ഫീലിംഗ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ വെള്ളം പോകാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇതാ നമ്മൾ കണ്ട ബ്രിഡ്ജ് ഇതവിടെ ഉണ്ട്. ഞാൻ അതിൽ കൂടെ ഇറങ്ങാം എന്നാണ് വിചാരിച്ചത്, ആ പാടത്തിൽ കൂടെ ഒക്കെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇറങ്ങുമ്പോഴാണ് കണ്ടത് നല്ല നല്ല ഇതേപോലത്തെ ഒരു ചെറിയൊരു റോഡ്. ഇതൊക്കെ പഴയ കാലം, നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെയാണ് ഇതേപോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊന്നും കാണാൻ കിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ശരിക്കും ഇറങ്ങിയത്, ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അവിടെ ആരൊക്കെ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെള്ളം പൊങ്ങണൊക്കെ കാണാനുണ്ട്. ഇതേപോലത്തെ സംഭവങ്ങൾ കാണാൻ നമ്മൾ പാലക്കാട്, അതേപോലെ തന്നെ കൊല്ലങ്കോട് ആ സ്ഥലത്തേക്കൊക്കെ പോകണം. നല്ല അടിപൊളി, കുഴപ്പമില്ല, വലിയ സംഭവം എന്നൊന്നും പറയാനൊന്നും ഇല്ല. ഓക്കെ, കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ നല്ലൊരു ഇതായനെ. വെള്ളം നന്നായിട്ട് വെറ്റി വരണ്ടിരിക്കുന്ന സ്ഥലമാണ്. ശരിക്കും ഇതേപോലത്തെ സ്ഥലത്തേക്ക് പോകാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയാണ്. ഇതാണ് ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് പാമ്പിനെ കണ്ട് പേടിച്ചോടിയിരിക്കുന്നത്. അപ്പോൾ ആരും അവിടെ കുളിക്കുന്നതല്ലായിരുന്നു. ഞാൻ അകലേന്ന് കണ്ടപ്പോൾ അത് കൊക്കൊക്കെ വെള്ളം എടുത്താന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു വയസ്സായിട്ടുള്ളൊരു അമ്മാമ്മൻ വരുന്നുണ്ട്. അമ്മാമ്മയുടെ വീട് എവിടെയാ? വീട് എവിടെയാണോ? അടുത്ത് തന്നെയാണല്ലേ. ഇതിൽ നല്ലതായിട്ട് വെള്ളം വരുമോ? മുഴുവൻ വെള്ളം വരുമോ? നിറയും. അത് ഈ മഴക്കാലത്ത്? മീൻ വളർത്തുണ്ടാ? മീൻ ആരാ വളർത്തുന്നത്? നിങ്ങൾ തന്നെയാ? അതെ, വളർത്തുന്നതാണ്. ഓ, ശരി ശരി. വല എടുത്തു ആവണുള്ളൂ അല്ലേ? വെള്ളം നന്നായിട്ട് പറ്റിയെന്ന് തോന്നുന്നുണ്ട്. വേനലില് നന്നായിട്ട് വെള്ളം നന്നായിട്ട് പറ്റിയ വേനൽക്കാലത്ത് ഇല്ലല്ലേ? ഇങ്ങനെ തന്നെ നിക്കുള്ളൂ. പാടായ കാരണം ഉണ്ടല്ലേ? മുത്തശ്ശേരി പേരെന്താ? പേര് നൂർജഹാൻ. ഞങ്ങളിങ്ങനെ ഹൈവേന്ന് കണ്ടപ്പോഴേ ഈ കുളം കണ്ടപ്പോ നല്ല ഭംഗികളായിട്ട്, അപ്പൊ അത് കാരണം ഇറങ്ങിയതാ. നല്ല രസമല്ലേ കാണാൻ?